കേന്ദ്ര ബജറ്റ് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. ആദ്യമായാണ് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത്. യുവശക്തി ബജറ്റ് എന്ന് നിർമ്മല. കേരളത്തെ ഉൾപ്പെടുത്തി ധാതുമണൽ ഇടനാഴി ബജറ്റിന്റെ സവിശേഷതയാണ്. വരുന്ന സാമ്പത്തിക വർഷം 12.2 ലക്ഷം കോടി രൂപയാണ് മൂലധന ചെലവിനായി ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. A scheme for rare earth permanent magnets was launched in 2025 November. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. To enhance domestic chemical production and reduction import dependency and reduce import dependency, we will launch a scheme to support states in establishing 3 dedicated chemical parks through challenge route on a cluster-based plug-and-play model. ധാതു സമ്പത്തുള്ള കേരളം, തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെ കൂട്ടിയിണക്കി റെയർ എർത്ത് കോറിഡോർ പദ്ധതി സവിശേഷതയാണ്. ഇതിലൂടെ ധാതുക്കളുടെ ഇറക്കുമതി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പറഞ്ഞു. വികസിത് ഭാരതത്തിലേക്കുള്ള ചവിട്ടുപടികൾ തുടരുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. പൊതുചെലവ് 12.2 ലക്ഷം കോടിയാക്കി ഉയർത്തും. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷനു വേണ്ടി 40,000 കോടി ബജറ്റിൽ വകയിരുത്തി. കണ്ടെയ്നർ നിർമ്മാണത്തിന് 5 വർഷത്തേക്ക് 10,000 കോടി രൂപ. ബജറ്റിൽ ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചു. എന്നാൽ ഏറെ ഉറ്റുനോക്കിയ ഈ പദ്ധതിയിൽ കേരളമില്ല. ആഗോളതലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും ഇന്ത്യ വളർച്ച കൈവരിച്ചു. ഇന്ത്യയെ ആഗോള ബയോഫാർമ ഹബ്ബാക്കി മാറ്റും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയ ജലപാതകൾ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്ക് എല്ലാ ജില്ലകളിലും ഒരു വനിതാ ഹോസ്റ്റൽ പദ്ധതിയും ബജറ്റിൽ ഉൾപ്പെടുത്തി. ഗ്രാമീണ യുവാക്കളെ സഹായിക്കാൻ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് പദ്ധതി ആരംഭിക്കും. ഇന്ത്യ 7% വളർച്ച നിലനിർത്തിയതായി ധനമന്ത്രി പറഞ്ഞു.